ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ന്യൂ മൂൺ ഇഫക്ട്സ് ആണ്. നിങ്ങളിലേക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഹാപ്പിനെസ് വരുന്നോ, പുതിയ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പൈൽ എന്ന് പറയുന്നത് ഇവിടെ ശിവഭഗവാനാണ്, മഹാദേവൻ. അതുപോലെ തന്നെ സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് ലാഫിംഗ് ബുദ്ധയാണ്, അതായത് കുബേർ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ധനവരവിന് ഇതാണ് ഉപയോഗിക്കുന്നത് പലരും. അതുപോലെ തന്നെ ഇത് നമ്മുടെ മഹാഭാഗ്യത്തെ തരുന്നതാണ്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫസ്റ്റ് പൈൽ, ഇത് സെക്കൻഡ് പൈൽ. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പം നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അത് എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്ന് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്? 5 ഓഫ് കോയിൻസ്, ദ ഫൂൾ, Five of Cups, Six of Coins ആണ്. Knight of Swords, Six of Wands, Queen of Cups, the Sun, the High Priestess, Eight of Coins, the Chariot, കാർഡ്സൊക്കെ അങ്ങ് ജമ്പ് ചെയ്യുകയാണ് കയ്യിൽ നിന്ന്. ഇവിടെ പ്രിൻസസ് ഓഫ് കോയിൻസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് വാൻഡ്സ് ആണ്. 7 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പ്രതിസന്ധികളില്ലാത്ത ലൈഫില്ല. എല്ലാവരും പ്രതിസന്ധികളെ കടന്ന് മുന്നോട്ട് വന്നു എങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയൂ. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് എന്നും വന്നു കഴിഞ്ഞാൽ എന്താണ് ദുഃഖമെന്ന് അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ദുഃഖങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് വന്നു എങ്കിൽ മാത്രമേ സുഖം എന്താണ് എന്ന്, അതിൻ്റെ മാധുര്യം എന്താണെന്ന് അറിയാൻ പറ്റൂ.
അത് നിങ്ങളെ തന്നെ പഠിപ്പിച്ചെടുക്കുന്നതാണ്. ഓരോ പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നതാണ് യൂണിവേഴ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ തന്നെ 5 ഓഫ് കോയിൻസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ 5 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്ന് കാണുന്നത്. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാവാം. ഒരുപാട് പേർക്ക് ഇവിടെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ കാര്യത്തിലും പ്രതിസന്ധി ഘട്ടത്തിലാണ്. കാരണം പലരും ഉദ്ദേശിച്ച പോലെ തങ്ങളുടെ പാർട്ട്ണർ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതി എന്നും മനസ്സിലുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ജീവിച്ചു പോകുന്നു, അതേ ഉള്ളൂ അല്ലേ? അപ്പോൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ വരണം നിങ്ങളിലേക്ക്. അതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളിലേക്ക് ദുഃഖം അനുഭവിക്കേണ്ടതായി വരുന്നു, സങ്കടം അനുഭവിക്കേണ്ടതായി വരുന്നു. അത്രമാത്രം നല്ലൊരു നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കഴിയുന്നു. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വ്യക്തികൾ വരണം, സാഹചര്യം വരണം അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്. ഇവിടെ കാണുന്നത് എന്താണ്? ഇവിടെ നമുക്ക് സൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഒരു പ്രകാശം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. നല്ല പ്രകാശം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഫുൾ വന്നിട്ടുണ്ട്. പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നമ്മൾ നോക്കുന്നത് എന്താണ്? അമാവാസ റീഡിംഗ് ആണ്, അതായത് ഫുൾ ന്യൂ മൂൺ റീഡിംഗ് ആണ്. അപ്പോൾ ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂ സൈക്കിളാണ് ഇവിടെ. പഴയത് എൻഡായി, പഴയ സൈക്കിൾ ഇവിടെ എൻഡായി, ഒരു ന്യൂ മൂൺ ന്യൂ സൈക്കിൾ ഇവിടെ തുടങ്ങുകയാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഇവിടെ പ്രകാശം വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ തുടക്കം വരുന്നുണ്ട്, സ്നേഹം ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാരണം ഇവിടെ ചാരിയട്ട് വന്നിട്ടുണ്ട്, അതുപോലെ ലവ് വന്നിട്ടുണ്ട്. ഇവിടെ 5 ഓഫ് കോയിൻസ്, നൈറ്റ് ഓഫ് സോർട്സ്, അതുപോലെ ഹൈ പ്രിസ്റ്റസ് എനർജി, 6 ഓഫ് വാണ്ട്സ് ഒക്കെയും വന്നിട്ടുണ്ട്. കരിയർ ലൈഫിലെ സക്സസ് ഇവിടെ വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് കണ്ടില്ലേ? സ്നേഹം കൊണ്ടിരിക്കുകയാണ് ഇവിടെ. സ്നേഹം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പുതിയതായിട്ട് തുടങ്ങുകയാണ്, ലവ് തുടങ്ങുന്നു. ആഗ്രഹിക്കുന്ന വ്യക്തികളെ നോക്കിയിരിക്കുകയാണ്, അവർക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ വർക്കാണ് ഇവിടെ. തീർച്ചയായിട്ടും ഒരുപാട് ആഗ്രഹങ്ങളും കൊണ്ട് നോക്കിയിരിക്കുന്നവരുടെ എനർജി അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ലൈറ്റ് വരുന്നുണ്ട്, പ്രകാശം വരുന്നുണ്ട് നിങ്ങളിലേക്ക്. നല്ലൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നു. അതിനുവേണ്ടി നിങ്ങൾ സന്നദ്ധരാകൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് സ്വീകരിക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം. 5 ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്. കാരണം പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും ഇവിടെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. സാമ്പത്തികമായ പ്രതിസന്ധി നിങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയവരും ഉണ്ടാകാം. പലരും നിങ്ങളെ ചൂഷണം ചെയ്യുന്നത് സാമ്പത്തികത്തിന് വേണ്ടി. നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ആ ഒരു സൗന്ദര്യം ഒക്കെ കണ്ടിട്ട് നിങ്ങളിലേക്ക് പലരും ആകൃഷ്ടരായി വരും. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളാവും. സാമ്പത്തിക പ്രശ്നമുണ്ടാവും, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥ വരും. പക്ഷേ ഇവിടെ നിന്നും നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു വല്ലാത്തൊരു നെഗറ്റീവായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകാനുള്ള ഇടയാവും. വളരെയധികം ദുഃഖം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു വേർപിരിയലുണ്ടാവും. ഇവിടെ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയാവും. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ വീണ്ടും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വരാനുള്ള സാധ്യതയാണ് പിന്നീട് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ച് വേണം നിങ്ങൾക്ക് സാമ്പത്തിക കൈമാറ്റം നടത്താൻ. അല്ലെങ്കിൽ സാമ്പത്തിക വിനിമയം ആരെങ്കിലും ചോദിക്കുമ്പോൾ ഉള്ളതും കൂടെ എടുത്തു കൊടുക്കുക, അല്ല എങ്കിൽ ഉള്ളത് ഇല്ല എങ്കിൽ പോലും മറ്റുള്ളവരോട് വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിച്ച് പെരുമാറുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 5 ഓഫ് കോയിൻസ് പറയുന്നത്. ഇത് കാരണം നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകാം ആൾക്കാർ അല്ലേ? തീർച്ചയായും നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്, സാമ്പത്തികമായ പല ബാധ്യതകൾ വരുത്തിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി അടുത്ത് കൂടുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ എന്താണിത് തുടക്കത്തിലേക്ക് വരികയാണ്. നല്ലൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെയും എന്താണ് എല്ലാ വിധത്തിലുള്ളത് നിഷ്കളങ്കമായ സ്നേഹം നിങ്ങളിലേക്ക് അടുത്തുകൂടുന്നു. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥയാവും. തീർച്ചയായിട്ടും പല ആൾക്കാർക്കും നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ വരും. ആ ഒരു ലൈഫിൽ തന്നെ നിങ്ങൾക്കത് സംഭവിക്കാവുന്നതാണ്.
പിന്നീട് സാമ്പത്തികമായ ബാധ്യതകൾ ഒഴിഞ്ഞു കഴിയുമ്പോൾ അത് വീണ്ടും നിങ്ങളിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാലോ തീർച്ചയായിട്ടും ലൈഫ് ആഗ്രഹിക്കുന്ന വ്യക്തികളും നിങ്ങളിലേക്ക്, സാഹചര്യങ്ങൾ അതുപോലെ നിങ്ങളിലേക്ക് അടുത്തുകൂടുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് ഒരുപാട് പേർ എന്തെങ്കിലും ന്യൂസ് കൊണ്ടുവരാൻ ഉള്ള സാധ്യതയുണ്ട്. ന്യൂസ് കൊണ്ടുവരിക മാത്രമല്ല, അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ചില കാര്യങ്ങൾ, ചില സാഹചര്യങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലരും പല ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം, സാമ്പത്തികപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുൻപോട്ട് ഇറങ്ങുന്നു, ഒരു പടി ചവിട്ടാൻ പോകുന്നു. അത് നിങ്ങളിലേക്ക് സക്സസ് ആണ് കൊണ്ടുവരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. 6 of Wands വന്നിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട്. ഏതാണ്? നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് 6 of Coins, അതുപോലെ Queen of Cups, അതുപോലെ The Sun, പ്രകാശം വരുന്നുണ്ട്. 8 of Coins കണ്ടില്ലേ? 6 of Wands കഴിഞ്ഞിട്ട് എന്താണ് തൊട്ടടുത്തായിട്ട് 8 of Coins ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ബുദ്ധിമുട്ടിയായാൽ പോലും സാമ്പത്തികം നേടാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതിൽ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശംസയും ആദരവും ഒക്കെ, അംഗീകാരങ്ങൾ ലഭിക്കാനും ഒക്കെയുള്ളൊരു സമയം നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ജോലി സംബന്ധമായ മെസ്സേജുകൾ വരാനോ, അല്ല എങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിളിച്ചു പറയാനോ, എന്തിനെങ്കിലും നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ അതിന് വേണ്ടി റിസൾട്ട് പറയാനോ ഒക്കെ നിങ്ങൾക്കുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുള്ള എനർജി, പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് അടുത്തു കൂടുന്നു എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും. അത് തന്നെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡ്സ് കണ്ടില്ല? സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അതുപോലെ തന്നെ പെൻറ്റക്കിൾ എയർ സൈനാണ്, ടോറസ്, വർക്ക്, ക്യാപ്രിക്കോൺ എനർജി. പെൻറ്റക്കിളിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ടല്ലോ. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ്, കണ്ടില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ദൈവാനുഗ്രഹമുള്ള ഒരു പ്രണയമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയം. അതാണ് ഇവിടെ പറയുന്നത്. വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. റൊമാൻറ്റിക് ആയിട്ടുള്ള ലൈഫ് പലരും ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ പലർക്കും അത് കിട്ടാറില്ല, അല്ലേ? അപ്പോൾ കിട്ടാറില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ കാർമിക് റിലേഷൻ നിങ്ങളോട് അടുത്ത് കൂടിയിരിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു സൈക്കിൾ എൻഡായിട്ട് മാത്രമേ നിങ്ങൾക്ക് പുതിയ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കൂ. അതാണ് പറയുന്നത്. ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് വരണമെങ്കിൽ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാവണം. ഈ ഒരു ദൈവികമായ ഒരു നിയോഗമാണ് ഇത്തരത്തിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഇതിലൂടെ വളരെയധികം സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും പ്രകാശത്തിലേക്കും നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത്. പലരുടെയും വിവാഹം നടക്കാനുള്ള സാധ്യത, പലർക്കും വീട് വാങ്ങിക്കാനും വാഹനം വാങ്ങിക്കാനും ഒക്കെയുള്ള എനർജിയാണ്. സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജി, സമൃദ്ധിയിലേക്ക് പോകുന്നു ലൈഫ്, പ്രകാശത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ഉണ്ട്, അല്ലേ? സമൃദ്ധിയുണ്ട്, സ്നേഹമുണ്ട്, സാമ്പത്തികമുണ്ട്, എല്ലാം ഉണ്ട്. അതാണ് സൺ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് പറയുന്നത്. സൺ കൊണ്ടുവരുന്ന പ്രകാശം എന്താണ്? ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രകാശമാണ് സൺ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹൈ പ്രീസ്റ്റസ് എനർജി ദൈവാനുഗ്രഹം ലഭിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് പലരെയും കാണാനും നിങ്ങളെ കാണാൻ തന്നെ ആൾക്കാർ വരുന്നുണ്ട്, നിങ്ങളുടെ അഡ്വൈസ് കേൾക്കാൻ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് നല്ലതേത് മോശമേത് എന്ന്, നെഗറ്റീവായിട്ടുള്ളത് എന്താണ് പോസിറ്റീവായിട്ടുള്ളത് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് ചില ആശയങ്ങൾ തുറന്ന് പറയാൻ പാടില്ല എന്ന് നിങ്ങളുടെ മനസ്സ് വിലക്കും. അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാവരോടും പറയാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് സ്വയം ബോധമുണ്ടാകും. പുതിയ അറിവിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് പുതിയ അറിവ് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്പിരിച്വൽ പാത്തിലൂടെ നിങ്ങൾ പോകുന്ന ഒരുപാട് ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഹൈ പ്രീസ്റ്റസ് എനർജി, 8 of Coins, അതുപോലെ ചാരിയോട്ട് വന്നിരിക്കുന്നു. വളരെയധികം ദൈവാനുഗ്രഹം നിറഞ്ഞതാണ്. അതുപോലെ സണ്ണൻ അത് തന്നെയാണ്, ഇത് ഫൂൾ അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രയാസപ്പെട്ട് സാമ്പത്തികം നിർമ്മിക്കുന്ന എനർജി, അതുപോലെ ചാരിയോട്ട് സക്സസ് ആണ് നിങ്ങളിലേക്ക്, സക്സസ്സും വിക്ടറിയും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിനായിട്ടുള്ള വഴി നിങ്ങൾ തെളിച്ചെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സഫലമാകുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വാഹനം വാങ്ങിക്കാനുള്ള നല്ല എനർജിയുണ്ട് ഇവിടെ. യാത്രകൾ പോയി അത് ആ യാത്രയെ സഫലമാക്കുന്ന എനർജിയും ഇവിടെയുണ്ട്. വിദേശത്തൊക്കെ പോകാനും അല്ലെങ്കിൽ മറ്റേതൊരു രാജ്യത്തിലേക്ക് പോകാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു എനർജിയാണ്. അവിടെ പോയി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു എനർജി.
അതുപോലെ പഠിക്കാനും ജോലിക്ക് വേണ്ടി മറ്റുള്ളിടത്തേക്ക് പോകാനും യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ പലയിടത്തും ഉല്ലാസയാത്ര പോകാൻ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം നിങ്ങൾക്ക് സഫലമാകുന്നതാണ്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായ സാഹചര്യങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവിടെ സന്തോഷകരമായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അതിനെ മുഴുവനും പോസിറ്റീവായ എനർജിയാക്കി മാറ്റാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഇത് രണ്ടിലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങളുടെ ലൈഫ് നിങ്ങളെ നയിക്കുന്നുണ്ട്. അതിലൂടെ ഒരു ലൈഫിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പിണങ്ങിയിരിക്കുന്നവർ തമ്മിലുള്ള റീയൂണിയൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്, റീകൺസിലേഷൻ എല്ലാം ഇവിടെ സംഭവിക്കുന്നുണ്ട്. പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് അടുത്ത് കൂടുന്നുണ്ട്. അത്രമാത്രം വളരെയധികം സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നുണ്ട്. പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സാമ്പത്തികം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്കിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ്. പുതിയതായി എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടോ, വീട്ടിലിരുന്നാൽ പോലും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ പുതിയ ജോലിയിലേക്ക് പോകാനുള്ള എനർജിയും ഉണ്ട്. സൺ വന്നിട്ടുണ്ട്, ചാരിയട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ ലൈഫ് ഇവിടെ വരുന്നതായിട്ടാണ്, പുതിയ മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പാസ്റ്റ് ലൈഫ്സ്, ഇപ്പോഴും നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ, നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് മുജ്ജന്മത്തെ കാര്യങ്ങൾ ഓർക്കുക. മുജ്ജന്മം എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാലങ്ങളിലെ, അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ, അത് മുജ്ജന്മമല്ല, കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ മോശകരമായ അനുഭവങ്ങളെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളിലേക്ക് കൊണ്ടുവരരുത്. അതിനെ അവിടെ ഉപേക്ഷിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള വഴി നിങ്ങൾ തന്നെ തുറക്കുകയാണ് വേണ്ടത്. ഇവിടെ പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും, സാധ്യതകൾ വരും. തിരഞ്ഞെടുക്കാൻ എന്താണോ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് അതിനുള്ള സാധ്യത വരും. നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിങ്ങൾക്കിവിടെ വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സപ്രഷൻ, കണ്ടില്ലേ? സപ്രഷൻ, സ്ട്രെസ്സ്, ഇതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട്. അടിമത്തം അനുഭവിക്കുകയാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിച്ചുവെങ്കിൽ മാത്രമേ സന്തോഷം അനുഭവിക്കൂ എന്നുള്ളതല്ല. മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ സോളിനെ നിങ്ങളിവിടെ നിരസിക്കുകയാണ് ചെയ്യുന്നത്. അതിനോട് നിങ്ങൾ കാണിക്കുന്ന ഒരു ക്രൂരതയാണത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സോളിന് സന്തോഷകരമായ എന്താണോ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ജീവിതത്തിലേക്ക് പോവുക, അതാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവത്യാഗം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് പറയുന്നത്. സ്ട്രെസ് അനുഭവിക്കുന്നു, ഒരുപാട് ജീവിതമല്ലേ സ്ട്രെസ് അനുഭവിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ളവർ ഈ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യും എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് വരിക. അതിൽ തന്നെ കുടുങ്ങിക്കിടക്കരുത്. സ്ട്രെസ് അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം അതേപോലെ തന്നെ ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും മുന്നോട്ട് വരിക. ഈ ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കൂ. ചേഞ്ച്, നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പ്ലേഫുൾനെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഗൗരവത്തോടുകൂടി നോക്കിക്കാണരുത് ജീവിതത്തെ. അപ്പോൾ അവിടെ കുറച്ച് തമാശകൾ കൂടി ആസ്വദിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയമുണ്ടാകും. അവിടെ നിങ്ങൾ എപ്പോഴും കലഹിച്ചുകൊണ്ട് വീട്ടിനുള്ളിൽ തന്നെ നെഗറ്റീവായ എനർജി നിറച്ച് വയ്ക്കരുത്. നിങ്ങൾ വല്ലപ്പോഴുമൊക്കെ പുറത്തേക്ക് പോവുക, വെളിയിൽ പോയി ആഹാരം കഴിക്കാം, അല്ല എങ്കിൽ വെളിയിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാം. മനസ്സിന് സന്തോഷം തരുന്ന പല കാഴ്ചകളും കാണാനുള്ളത്, അല്ല എങ്കിൽ തമാശകൾ ആസ്വദിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇവിടെ ചേഞ്ചാണ്, ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു നല്ല മാറ്റം വരാൻ പോകുന്നുണ്ട്. അതാണ്, ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഒരു സൈക്കിൾ എൻഡാവുന്നു, പുതിയൊരു സൈക്കിൾ തുടങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ് അത് നോക്കാം. നമുക്ക്
നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷനാണ്. അതെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ, എല്ലാവർക്കും നല്ല ഒരു സ്റ്റെബിലിറ്റി ലഭിക്കട്ടെ. ജീവിതത്തിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ അടിത്തറ ഉറയ്ക്കണം. നിങ്ങൾക്കൊരു ഭദ്രത വരട്ടെ. വരാൻ തുടങ്ങുന്നു. 4 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട്. 4 സ്റ്റെബിലിറ്റിയെ കുറിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തത് ഇതാണ്. അപ്പോൾ നമുക്ക് ആ റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ? എന്ത് സന്തോഷമാണ് വരാൻ പോകുന്നത്? 10 ഓഫ് കോയിൻസ് സാമ്പത്തികമാണ്. 4 ഓഫ് വാൺസ്, 9 ഓഫ് വാൺസ്, ലവേഴ്സ് അങ്ങ് താഴെ. ലവേഴ്സ് കണ്ടോ? Eight of coins, Princess of Wands, Justice, Seven of Swords, Princess of Coins, Four of Coins, Knight of Swords, Six of Coins, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സണ്ണാണ്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലും പ്രകാശം വരുന്നുണ്ട്. ആ പ്രകാശത്തെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവൂ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ 10 ഓഫ് കോയിൻസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. 10 ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോയിൻസ് പെൻഡക്കിളാണ്. പെൻഡക്കിൾ എർസൻ ടോറസ് വർഗ്ഗ ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ ഭൂമി സംബന്ധമായ പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ താല്പര്യമെടുക്കുന്നു എന്നുള്ളതാണ്. വീട് വാങ്ങിക്കാനോ അല്ല എങ്കിൽ വാഹനം വാങ്ങിക്കാനോ ഒക്കെയുമുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ആ ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് 4 ഓഫ് വാൺസ് നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആവുന്നുണ്ട്. ഏത് എനർജിയാണ്? സാമ്പത്തികം വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും അല്ലേ? എല്ലാത്തിനും സാമ്പത്തികമാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു വരവോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 9 ഓഫ് വൺസ് ദ ലവേഴ്സ്, അതുപോലെ തന്നെ ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ 4 ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട്, 6 ഓഫ് കോയിൻസ്, 7 ഓഫ്. അപ്പോൾ ഇവിടെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വേയിലൂടെ പോകാൻ പറ്റും എന്ന് തന്നെയാണ്. പലർക്കും ഇവിടെ നല്ല രീതിയിലുള്ള സ്നേഹം, സോൾ കണക്ഷൻ ബന്ധം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ചതിയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വരാൻ പോകുന്നത്. ദൈവം തന്നെ നിങ്ങളെ നേർവഴിക്ക് നയിക്കുന്നു. ദൈവം തന്നെ നിങ്ങൾക്കൊരു വിജയം തരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ 10 ഓഫ് കോയിൻസ് എന്താണ്? ഇവിടെ സാമ്പത്തികം, നിറഞ്ഞ സാമ്പത്തികത്തിൻ്റെ എനർജി നിങ്ങൾക്ക് നല്ലതുപോലെ കാണുന്നുണ്ട്. ഇവിടെ എല്ലായിടവും ഉണ്ട്. 8 ഓഫ് കോയിൻസ്, 4 ഓഫ് കോയിൻസ് കണ്ടില്ലേ? പ്രിൻസസ് ഓഫ് കോയിൻസ് ഒരുപാട്, 6 ഓഫ് കോയിൻസ്, ഒത്തിരി സാമ്പത്തികത്തിൻ്റെ എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ പലർക്കും
ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. നല്ലൊരു മാറ്റം, പുതിയൊരു മാറ്റം, മാറ്റത്തെ ആഗ്രഹിച്ചിരിക്കുക, മാറ്റത്തെ സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കൂ. നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ 4 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്ന ലൈഫിൻ്റെ സ്റ്റെബിലിറ്റിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല പ്രകാശം നിറഞ്ഞ ലൈഫ്, അതല്ലെങ്കിൽ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു ലൈഫിലേക്ക് ഇവിടെ ദ ലവേഴ്സ് വന്നിരിക്കുന്ന, ഇവിടെ പലരും കാത്തിരിക്കുന്ന എനർജിയാണ്. ആരെയോ കാത്തിരിക്കുന്നുണ്ട് വരാൻ വേണ്ടി. ആ ഒരു ഒന്നും കൂടെ ഇല്ല എങ്കിൽ ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല. ആ ഒരാൾ കൂടി വന്നു എങ്കിൽ, ആ ഒരു വ്യക്തി കൂടി ജീവിതത്തിലേക്ക് വന്നു എങ്കിൽ, ആ ഒരു വ്യക്തി അല്ല ആ ഒരു സാഹചര്യവും ആകാം. ആ ഒരു സാഹചര്യവും കൂടി ഇവിടെ വന്നു ചേർന്നാൽ ജീവിതം എന്താണ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നു, ജീവിതത്തിന് സ്റ്റെബിലിറ്റി കിട്ടുന്നു. ഇത് ലവേഴ്സാണ്, കണ്ടില്ലേ, അവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചിരിക്കുകയാണ്, വിട്ടുപോയിരിക്കുന്നു, അല്ല എങ്കിൽ പുതിയതായിട്ട് വരാം, വിട്ടുപോയവർ വരാം, അല്ല എങ്കിൽ പുതിയതായിട്ടും വന്നു ചേരാം. അത്രമാത്രം വളരെ മനോഹരമായൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 4 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത് കണ്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ബട്ടർഫ്ലൈസിനെ കാണാം, അല്ല എങ്കിൽ 1111 എന്നുള്ള ഏഞ്ചൽ നമ്പർ കാണാം. ബട്ടർഫ്ലൈസിനെ എങ്ങനെയാണ് കാണുന്നത്? ബട്ടർഫ്ലൈസ് എന്താണ്? ഏഞ്ചൽസിൻ്റെ സന്ദേശവാഹകരാണ്, ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൊണ്ടുവരികയാണ്. ഏഞ്ചൽസ് ആരാണ്? ഏഞ്ചൽസ് ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജാണ് ഏഞ്ചൽസ് പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക്, അല്ലേ? അപ്പോൾ ഈ ഏഞ്ചൽസിന് എന്താണ്? ഹയർ സെൽഫുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റുന്ന നമ്മളെക്കാളുമൊക്കെ അവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റും. കാരണം അവരുടെ സോൾ പ്യുവറാണ്. പ്യുവറായിട്ടുള്ള സോളിന് പെട്ടെന്നാണ് ഹയർ സെൽഫുമായിട്ട് സന്ദേശങ്ങളെ കൈമാറാൻ പറ്റുന്നത്, സ്വീകരിക്കാനുള്ള കഴിവ് വരുന്നത്. അപ്പോൾ ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് പാസ് ചെയ്യും, നമ്മളിലേക്ക് പാസ് ചെയ്യുന്നത് ആരാണ്? ഏഞ്ചൽസിൻ്റെ സന്ദേശവാഹകരാണ് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത്. ഈ ബട്ടർഫ്ലൈസാണ് നമ്മളുടെ ജീവിതത്തിന് മാറ്റം തന്നെ കൊണ്ടുവരുന്നത്, അല്ല? ഒരുപാട് ബട്ടർഫ്ലൈസിനെ ഒരുപാട് കാലം കൊണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് വരുന്ന സന്ദേശം എന്താണ്? നിങ്ങൾക്കൊരു ലൈഫ് മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും മാറ്റം വരാൻ തുടങ്ങാം. ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനുള്ള ആൾക്കാരുടെ വരവ്, അതോടുകൂടി സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, അതിൻ്റെ തുടക്കം വരുന്നുണ്ട്. ഏഞ്ചൽ നമ്പർ 1111 എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു നമ്പറാണ്. അത് കാണാൻ തുടങ്ങുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥയാണ്. അതും ഏഞ്ചൽസിൻ്റെ സന്ദേശമാണ്, നിങ്ങൾക്ക് മാറ്റം വരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഏഞ്ചൽസ് കൊണ്ടുവരുന്ന മെസ്സേജ് ആരുടേതാണ്? ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജാണ് ഏഞ്ചൽസ് കൊണ്ടുവരുന്നത്. ഏഞ്ചൽസ് സന്ദേശവാഹകരെ അയക്കുന്നത് ആരാണ്? അത് ഏഞ്ചൽസിൻ്റെ സന്ദേശം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പർ കാണാൻ തുടങ്ങുമ്പോഴും ബട്ടർഫ്ലൈസിനെ ചുറ്റിനും കാണാൻ കഴിയുന്നതും ഒക്കെയും നിങ്ങൾക്കൊരു മാറ്റത്തിലേക്ക് നയിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി വരാൻ തുടങ്ങുന്നു. ഇവിടെ അതുപോലെ 9 ഓഫ് വാൻഡ്സ്, ഇവിടെ വിവാഹം നടക്കാനുള്ള സാധ്യത, അതുവരെയും വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത, ജോലി ലഭിക്കാനുള്ള സാധ്യത, ഒരുപാട് സാമ്പത്തികം വരാനുള്ള സാധ്യത, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആഗ്രഹത്തിൻ്റെ സഫലീകരണം, ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ 9 ഓഫ് വാൻഡ്സ്, ഇവിടെ വാൻഡ്സ് ഫയർ സൈനാണ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് എനർജി. കോയിൻസ് എന്ന് പറയുമ്പോൾ കോയിൻസ് പെൻഡക്കിൾ ഇർസൈനാണ്, ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി. അതുപോലെ 9 ഓഫ് വാൻഡ്സ് ഇവിടെ ഒന്നുകൂടെ കാത്തിരിക്കുകയാണ്, ഒന്നുകൂടി വേണം, ഇല്ലാതെ പറ്റില്ല. അതാരാണ്? ദ ലവേഴ്സ്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കൂടിച്ചേരലിലൂടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. പിന്നീട് വന്നിരിക്കുന്നത് 8 ഓഫ് കോയിൻസാണ്. ഇവിടെ സാമ്പത്തിക ജോലി നോക്കിയിരിക്കുന്നവർക്ക് എന്തായാലും ബുദ്ധിമുട്ടിയായാലും വേണ്ടില്ല, നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും. നല്ലൊരു സാമ്പത്തികപരമായ ഒരു അടിത്തറ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ചെറിയ രീതിയിലായാൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാമ്പത്തിക മാർഗം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പ്രിൻസസ് ഓഫ് വാൻഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ സമൂഹത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല ഭാഗ്യ സമയമാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭാഗ്യസമയം നിങ്ങളിലേക്ക് വരുന്നത് എന്താണ്? നിങ്ങൾക്ക് പുതിയൊരു ജോലി ലഭിക്കാം, അല്ലെങ്കിൽ ആ ജോലിയിലൊരു പ്രോഗ്രസ് ലഭിക്കാം. അപ്പോൾ തന്നെ സമൂഹത്തിൽ എല്ലാവരും നിങ്ങളെ മാനിക്കുന്ന, എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ, സമൂഹത്തിലൊരു ആളാവാനുള്ള, നല്ലൊരു പ്രതിഭ ആവാനുള്ളത്, മറ്റുള്ളവർ ഒന്ന് നോക്കാനും മറ്റുള്ളവർ നിങ്ങളുടെ ഉപദേശം സ്വീകരിക്കാനും ഒക്കെയും സന്നദ്ധരായിട്ടിരിക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾ നല്ലൊരു പദവിയിലേക്ക് വരുമ്പോഴാണ്, അല്ലേ? അപ്പോൾ അതുതന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ജസ്റ്റിസാണ് പിന്നീട് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക്
ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളിപ്പോൾ കേസോ മറ്റോ ഉണ്ടോ, കോടതിയിൽ എങ്ങാനും നിങ്ങളുടെ കേസുകളുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചതിയിൽപ്പെടുത്തിയ അവസരങ്ങളുണ്ടോ, ആ സാഹചര്യങ്ങളുണ്ടോ, അവിടെ നിങ്ങൾ സത്യസന്ധരായിട്ട് ഇടപെടുകയാണെങ്കിൽ ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തന്നെ ലഭിക്കും. ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾ സത്യസന്ധരാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സക്സസ്സാണ് വരാൻ പോകുന്നത്. 7 ഓഫ് സോഡ്സ് ആണ്, കണ്ടില്ലേ? ഇവിടെ ചീറ്റിംഗ് എനർജി അല്പമുണ്ട്. അവരവർക്ക് ജയിക്കണം, മറ്റുള്ളവർ കാണാതെ ആരുടെയെങ്കിലും എന്തെങ്കിലും എടുക്കണം, എനിക്ക് ജേതാവാകണം, അങ്ങനെയുള്ള ഒരു ചിന്തയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ഈ ന്യൂ മൂണിൻ്റെ എനർജി ചിലപ്പോൾ, ഇവിടെ ന്യൂ മൂൺ ആണ് കാണിച്ചിരിക്കുന്നത്, ന്യൂ മൂണിൻ്റെ എനർജി ചിലപ്പോൾ ചില പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിട്ടേക്കാം. അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ ഇടപെടൽ വരുമ്പോൾ വളരെ സൂക്ഷിക്കാവുന്ന ഒന്നാണ്. അല്ല എങ്കിൽ ചിലപ്പോൾ ബുദ്ധിമോശം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കള്ളം പറയാനോ ഒക്കെയുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, ക്വയറീസ് എനർജി. ഇവിടെ പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, സാമ്പത്തികം വീട്ടിലിരുന്നാൽ പോലും സാമ്പത്തികം കൈകളിൽ നിറയുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു. നിങ്ങൾക്കും വളരെയധികം നല്ല ഒരവസ്ഥ വരാൻ പോകുന്നു. സമ്പത്തിൻ്റേതായ ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. 4 ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെബിലിറ്റിയാണ്. ഈ സ്റ്റെബിലിറ്റി നിമിത്തം നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ 6 ഓഫ് കോയിൻസ് വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങിക്കാനും ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. മുൻപൊന്നും നിങ്ങളുടെ സാമ്പത്തികമില്ല എങ്കിൽ കൊടുക്കാനും വാങ്ങിക്കാനും ഒന്നും പറ്റുന്നില്ല. പക്ഷേ അതിനൊരു സ്റ്റെബിലിറ്റി വന്നു കഴിയുമ്പോൾ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റും. സഹായിച്ചാൽ മതി, അത് പിന്നീട് മറന്നുകൊള്ളണം കേട്ടോ. അപ്പോൾ സഹായിക്കുന്നത് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയാൻ പാടില്ല. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ സഹായിക്കാം, ആരെങ്കിലും ഇല്ലാത്തവരെ സഹായിക്കാം. അങ്ങനെ സഹായിച്ച് സന്തോഷം കൈക്കൊള്ളാം. മനസ്സിലായില്ലേ? അപ്പോൾ കൊടുത്തിട്ട് തിരിച്ച് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിങ്ങൾക്ക് ചതിവായിരിക്കും പറ്റുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് കൊടുക്കുക, മേടിക്കുക, അങ്ങനെ സാഹചര്യം പോലെ നിങ്ങൾക്കത് നോക്കിക്കണ്ട് ബുദ്ധിപൂർവ്വം പെരുമാറണം. അതാണ് വേണ്ടത്. ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സ് നിങ്ങളിലേക്ക് ആരുടെയൊക്കെയോ എനർജി വരുന്നുണ്ട്. നിങ്ങളിലേക്ക് ചില വ്യക്തികളുടെ, ചില സാഹചര്യങ്ങളുടെ എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നു. പോസിറ്റീവായിട്ടുള്ള നല്ല എനർജീസ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ സ്പീഡിലായിട്ട് എന്തൊക്കെയോ ആക്ഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പെട്ടെന്നൊരു ആക്ഷൻ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു. അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണുന്നു. outsider, clinging to the past, understanding, conditioning, isolation. ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്കും ചേഞ്ച് വരും. ചേഞ്ച് വരണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് വരാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇവിടെ ഐസൊലേഷൻ, പലരും നിന്നിടത്ത് തന്നെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ആ സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാവുന്നതാണ്. കണ്ടീഷനിങ്, പലർക്കും കണ്ടില്ലേ, മറ്റുള്ളവർ പറയുന്ന അവസ്ഥയിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് കഴിയണം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരണം നിങ്ങൾ. അതാണ് വേണ്ടത്. ബുദ്ധിപൂർവ്വം പെരുമാറാൻ നിങ്ങളെക്കൊണ്ട് കഴിയണം. അതാണ്, നിങ്ങൾ അത്തരം ഒരു സാഹചര്യം നേടിയെടുക്കണം. അതിലൂടെ വരണം നിങ്ങൾ, സ്പിരിച്വൽ പാത്തിലൂടെ വരണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. സ്പിരിച്വൽ വർക്ക് ചെയ്യണം. അണ്ടർസ്റ്റാൻഡിങ്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങളെ എന്താണ്, നിങ്ങൾ അങ്ങനെ സ്പിരിച്വൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെയും ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ് കാണുന്നത്. കണ്ടില്ലേ? ബ്രേക്ക് ത്രൂ, എല്ലാത്തിനെയും പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് വരിക. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്, പലരും പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. പാസ്റ്റിൽ അനുഭവിച്ചിരുന്ന മോശകരമായ സാഹചര്യങ്ങളിൽ നിന്നും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ നിങ്ങൾ ശ്രമിക്കണം, നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കണം. നിങ്ങളെ മനസ്സിലാക്കിയ ആൾക്കാർ മുന്നോട്ട് വരും. കണ്ടില്ലേ? നിങ്ങളിവിടെ ഈ അനുഭവിക്കുന്നതെല്ലാം എന്താണ്? ഈ കണ്ടീഷനിങ് കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ജന്മം വരാൻ പോകുന്നുണ്ട്. ഒരു പുതിയ ലൈഫ് നിങ്ങളെ തേടി വരും. നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. മറ്റുള്ളവർ പൂട്ടിയിടാൻ ചങ്ങലയ്ക്കുള്ളിൽ കിടക്കരുത്.
അതാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യാൻ പോവണ്ട, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കൂ. അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലാക്കിയ ആൾക്കാർ നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ മറ്റുള്ള ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് അടുത്തു വരും. അതാണ് പറയുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? നിങ്ങളൊരു നല്ല പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങണം. നിങ്ങൾ അത്രമാത്രം കഴിവുള്ള എനർജി മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ മറ്റുള്ള ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അപ്പോൾ തന്നെ നിങ്ങളെ തേടി ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും പഴയ മോശകരമായ സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കരുത്. നെഗറ്റീവായ എനർജി നിന്ന് നിങ്ങൾ മോചനം നേടുക, അതാണ് വേണ്ടത്. നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മോചനം നേടണം, മുന്നോട്ട് വരണം. ഇത് ഔട്ട്സൈഡ് കണ്ടില്ലേ, രക്ഷിക്കാൻ ആരെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടതായ അവസ്ഥ വരുന്നു. അപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് രക്ഷിക്കാൻ ആൾക്കാർ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിയ ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നു, നിങ്ങൾക്ക് പല ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവാൻ തുടങ്ങുന്നു, നിങ്ങൾക്ക് നല്ല സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, നിങ്ങളുടെ കാർമിക് റിലേഷൻ അല്ലെങ്കിൽ കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ ലൈഫിലേക്ക് പോകാൻ പറ്റും. അപ്പോഴാണ് നിങ്ങളെ ആൾക്കാർ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഇതല്ല, നിങ്ങൾ തന്നെ വിഷമഘട്ടത്തിലിരുന്നാൽ ആരും വരില്ല. നിങ്ങൾ നെഗറ്റീവായ എനർജിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്, നിങ്ങൾ കരഞ്ഞ് തളർന്നൊരു മുറിയിലിരുന്ന് ആരും നിങ്ങളെ സഹായിക്കാൻ എന്താണെന്ന് പോലും ചോദിക്കാൻ ആരും വരില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, നിങ്ങൾ നല്ല ഒരു അവസ്ഥയിലാണ് കഴിയുന്നത് എന്ന് കാണുമ്പോൾ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ തേടി വരൂ. അപ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളെ വേണ്ടൂ. അല്ല എങ്കിൽ നിങ്ങളെ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങളെല്ലാം അറുത്തുമുറിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് വെളിയിലേക്ക് വരൂ, പ്രകാശത്തിലേക്ക് വരൂ. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരുപാട് ഭാരം ചുമന്ന് കഴിഞ്ഞിരുന്ന ഒരവസ്ഥ ഉണ്ടാവാം. ഇനിയും അത് താഴെ വയ്ക്കാറാവുന്നു. താഴെ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാം. നിങ്ങളുടെ തോളിൽ വഹിച്ചിരുന്ന ഈ ഭാരം, നിങ്ങളുടെ തലയിൽ വഹിച്ചിരുന്ന ഈ ഭാരം, അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തലയിൽ ഏറ്റുവെക്കും. നിങ്ങളുടെ കാര്യങ്ങൾ കൂടാതെ മറ്റുള്ളവരുടെയും കൂടെ ഏറ്റെടുത്ത് നിങ്ങൾ തലയിൽ എടുത്ത് വയ്ക്കും. എന്തിനാണത്? അതിൻ്റെ യാതൊരു ആവശ്യമില്ല. മറ്റുള്ളവർ അവരുടെ കാര്യം നോക്കിക്കോട്ടെ. അപ്പോൾ എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീർന്നു. അതല്ലാതെ നിങ്ങളുടെ ആ കാര്യം കൂടെ ഞാൻ നോക്കിക്കൊള്ളാം, അല്ലെങ്കിൽ ഇതും കൂടെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് എല്ലാ വിഴുപ്പുകളും കൂടെ നിങ്ങൾ സഹിക്കാൻ പാടില്ല. നിങ്ങൾ സഹിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് നിങ്ങളെ തന്നെ തളർത്തും. അതുകൊണ്ട് ഈ വിഴുപ്പ് ചുമക്കൽ അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ പുതിയ വഴിയിലൂടെ വരൂ, പുതിയൊരു വഴിയിലൂടെ വരൂ. നിങ്ങൾ സ്വയം നിങ്ങളുടെ സന്തോഷം കണ്ടെത്തൂ, അതിനുള്ള മാർഗം തേടൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിൽ അത് തുറന്ന് കിട്ടുന്നതാണ് ആ ഒരു ലൈഫ്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്? നിങ്ങളിവിടെ ലോഫിംഗ് ബുദ്ധയാണ്. നിങ്ങൾക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും. എങ്ങനെ? കണ്ട ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ്, നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ വേയിലൂടെ പോയി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ്. എന്താഗ്രഹിച്ചോ അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ്. ജോലിയിലേക്ക്, വിവാഹത്തിലേക്ക്, മറ്റുള്ളവരുടെ സ്നേഹത്തിലേക്ക്, സമൃദ്ധിയിലേക്ക്, അബണ്ടൻസ്. കണ്ടില്ലേ? ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ എന്താണ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുള്ള എനർജി അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.